അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 56 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് 57ാമത്തെ ആയത്ത് ഓതി തജ്വീദ് ഒന്ന് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അദ്ലമു മിമ്മൻ ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. നമുക്ക് 57ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് ഓതി മനസ്സിലാക്കാം. വമൻ വ നമ്മൾ പഠിച്ചതാണ്. ചുണ്ട് വട്ടത്തിലാക്കിക്കൊണ്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, വമൻ നൂൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വ്യക്തമാക്കി ഓതുക. വമൻ എന്ന് നൂനിന് സുക്കൂന് കൊടുക്കുമ്പോൾ വ്യക്തമാക്കി ഓതുന്നതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ലമു ന്റെ മുകളിൽ സുക്കൂനുണ്ട്, അവിടെ നമ്മൾ ഹഫ് സുക്കൂനെ കൊടുക്കുള്ളൂ. ഓക്കെ, അദ്ലമു മിമ്മൻ, മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. മിമ്മ, നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ച് ഓതണം കേട്ടോ. മിമ്മ, ഇവിടെ നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ, നമ്മളവിടെ മിമ്മൻ എന്ന് ഓതില്ല, അവിടെ ഇഖ്ഫാവ് ചെയ്യണം. ഇഖ്ഫാവ് ചെയ്യുമ്പോൾ മറച്ചു മണിച്ചു ഓതണം. മിമ്മൻ എന്ന് ഓതാതെ കാഫിന് ശ്രദ്ധയുണ്ട്, കാഫിനെ ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്ത് തട്ടണം. ഓക്കെ, അപ്പോൾ ദാല് റെഡിയാക്കണം കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ടുള്ള മദ് സാധാരണ മദ്ദാണ്, രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. റബ്ബിഹി ബഇന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. റബ്ബിഹി എന്ന് ഓതരുത് കേട്ടോ. റോ ഒന്ന് ഉയർത്തി പറയണ്ടേ റോയിനെ. ഓക്കെ, ഒന്ന് ഹെവിയാക്കി പറയാം കേട്ടോ. റബ്ബിഹി, അതിന് ശേഷം ഒരു ചിഹ്നം ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ഈ ഒരു ചിഹ്നം വന്നാൽ നമ്മൾ അവിടെ രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റബ്ബിഹി അയിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. എന്ന് ഓതരുത്. അത് ഉച്ചരിക്കുമ്പോൾ ഉയർത്തി ഉച്ചരിക്കണം കേട്ടോ. ഓക്കെ, അയിന് ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. തൊണ്ടയുടെ അക്ഷരം അൻഹ, ഇനി ഇവിടെ രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. വനസിയ മാ ഖദ്ദമത്, മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ട്, എന്ത് ചെയ്യാം? ഒന്ന് ദാലിനെ ഒന്ന് കട്ടിക്കൂട്ടി കനപ്പിച്ച് ഓതി കൊടുക്കുക. ഖദ്ദമത്, ഇന് സുക്കൂന് വന്നാൽ എങ്ങനെയാണ് ഓതുക? ഖദ്ദമത്ത് എന്ന് ഓതരുത്. ഖദ്ദമത്, കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം ഉച്ചരിക്കാൻ. ഓക്കെ, ഖദ്ദമത്. യദാഹു, ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിർത്തുകയാണെങ്കിൽ നമ്മൾ യദ എന്ന് പറഞ്ഞ്
ഹാഇന് സുക്കൂന് കൊടുത്ത് നിർത്തുക. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ യദഹു ഇന്ന ജഅൽന എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം. ഓക്കെ. ഇന്ന നൂനിന് ശ്രദ്ധയുണ്ട്, നന്നായിട്ട് മണിച്ചെടുക്കുക. മദ്ദും കൂടെ വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക കേട്ടോ. ഇന്ന ജഅൽന ജഅൽന ഇവിടെ നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ജഅൽന ജഅൽന അലാ ഖുലൂബിഹിം അല ലാമിൻ്റെ ഉള്ളിൽ അലിഫ് മദ് ഉണ്ട് അല്ലേ, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. അല ഖുലൂബിഹിം ഖുലൂ ലാമിൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. ഖുലൂബിഹിം ഇവിടെ ഹിം എന്ന് വ്യക്തമാക്കി ഓതി കൊടുക്കുക കേട്ടോ. മീമിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ മീമിനെ വ്യക്തമാക്കി ഓതണം. ഖുലൂബിഹിം അകിന്നതൻ നൂൻ്റെ മുകളിൽ ശ്രദ്ധ, നന്നായിട്ട് മണിച്ചൊടുക്കുക. അകിന്നതൻ തൻ്റെ മുകളിൽ 2 ഫതഹ വന്നിരിക്കുന്നത് ഒരുമിച്ചാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെൻവീന് ശേഷം ഈ തെൻവീന് ശേഷവും ഇതുപോലെ തെൻ എന്ന് 2 ഫതഹ ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമായി ഉച്ചരിക്കണം. ഈ വ്യക്തമായിട്ട് ഓതുന്നതിന് നമ്മൾ ഇൽഹാർ എന്ന് പറയുന്നു. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഓതും? അകിന്നതൻ. ഓക്കെ, അകിന്നതൻ വ്യക്തമായി ഓതുക, അതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അയ്യഫ്ഖഹൂഹു അയ്യ ഇവിടെ നൂന് സുക്കൂനില്ല അല്ലേ. നൂന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? യ ആണ്. ഇവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. അതിനൊരു പേരും നമ്മൾ പഠിച്ചതാണല്ലോ. ഇതാം ബ്യോന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. അയ്യ ഈ രൂപത്തിൽ. എഫ് ഫന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. എഫ് എഫ് അഹൂഹു എഫ് അഹൂ നിർത്തുകയാണെങ്കിൽ എഫ് അഹൂ വലിയ ആയത്തായതുകൊണ്ട് ചിലപ്പോൾ നിർത്തേണ്ടി വരും അല്ലേ. അപ്പം നമ്മൾ നിർത്തുകയാണെങ്കിൽ എഫ് അഹൂ എന്ന് പറഞ്ഞ് ഹന് സുക്കൂന് കൊടുത്ത് നിർത്താം. പിന്നെ ഓതുമ്പോൾ പുറകിൽ നിന്ന് എടുത്ത് ഓതണം കേട്ടോ. ഐ എഫ് അഹൂഹു. ഓക്കെ, ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഐ എഫ് അഹൂഹു വഫീ ആദാനിഹിം വഫീ ആദാനിഹിം. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുത്തസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. മുത്തസിലല്ല മദ്. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ് അല്ലേ. വഫീ ആദാനിഹിം വഖറ വഫീ വഫീ ആദാനിഹിം. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. ഏതാണ് നിയമം? മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. ഇവിടെ നമുക്ക് 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാം. ഓക്കെ. വഫീ ആദാനിഹിം ഇവിടെയൊക്കെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ആദാനിഹിം വഖറ. വഖ് ഖാഫിന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കണേ. വഖ് വഖറ നിർത്താനുള്ള സുല വന്നിട്ടുണ്ട്. നിർത്തുകയാണെങ്കിൽ വഖറ എന്ന് 2 അനക്കം നീട്ടി ഓതി നിർത്തുക. കാരണം ഇവിടെ നിർത്താനുള്ള ഒരു അലിഫുണ്ട്. 2 അനക്കം നീട്ടി ഓതി നിർത്തുക. ഓക്കെ. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിലോ വഖറൻ വഇൻ തദഉഹും എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുകയും ചെയ്യാം. ഓക്കെ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അപ്പം നമ്മളവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദനം. തദ് ദാലിന് സുക്കൂന് വന്നാൽ അൽക്കലയുടെ ലെറ്ററാണ് ദാല്, ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. തദ്ഉഹും ഇലൽ ഹുദ. ഇല ലാമിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ മദ് നീട്ടില്ല. കാരണം ഹംസത്തുൽ വസിലിൻ്റെ മുന്നേ മദ്ദക്ഷരം വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ.
ഇലൽ എന്നിങ്ങനെ കൂട്ടിച്ചേർത്തോതും. ഇലൽ ഹുദ, ഹുദ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഹുദ ഫലൻ യഹ്തദൂ, ഫലയ്യ. നൂനിന് ശേഷം യാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ച് കൂട്ടിച്ചേർത്തോതും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പം നമ്മളവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ഫലയ്യഹ്തദൂ, യഹ്. ഇതിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യഹ്തദൂ എന്ന് ഓതരുത്. യഹ്, യഹ്തദൂ. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിൽ തന്നെയാണ്. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. ഓക്കെ, അപ്പം മദ് മുൻഫസിലാണ്. ഇവിടെ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാം. 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാം. ഇദൻ അബദ, ഇദൻ 2 ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളവിടെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഓതണം. ഇദൻ എന്ന് വ്യക്തമാക്കി ഓതുക കേട്ടോ. ഇദൻ അബദ. അവസാനത്തിൽ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടി ഓതി നിർത്താം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.